ശ്രീമതി പ്രസീത, ഈ പുതിയ ഉത്തരവിലൂടെ നീക്കിയ പദം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയിരുന്നോ? ഈ കോളനി എന്ന പദം മാറ്റിയത് കൊണ്ട് മാത്രം എന്താണ് നമ്മുടെ മന്ത്രി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല. കാരണം കോളനി എന്നത് കൊണ്ട് കോളനി എന്ന പദത്തിനൊരു വലിയൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കോളനി എന്ന പദം മാറ്റിയത് കൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ ഉള്ള ആളുകളുടെ, അതായത് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ വിഷമങ്ങൾ മാറും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കോളനിയിലെ കാര്യങ്ങൾ, അതായത് പ്രാഥമികമായ വിഷയങ്ങൾ പോലും ബുദ്ധിമുട്ടുന്നതാണ് കോളനി നിവാസികൾ. അതിലിപ്പോ പട്ടികജാതി കോളനി എന്നല്ല, പട്ടികവർഗ കോളനി എന്നല്ല, മറ്റ് മിക്സഡ് കോളനികൾ വരെ അതിൽ വരുന്നുണ്ട്. അപ്പോ ഈ കോളനി എന്ന പദം മാറ്റിയത് കൊണ്ട് മാത്രം ഇതില് വലിയ കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വിഭാഗക്കാർക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച ഒരു ആളെന്ന നിലയ്ക്ക് ഇത്തരത്തിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായ തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഇവർ പങ്കുവച്ചിരുന്നോ താങ്കളോട്? ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ മണങ്ങുവയൽ കോളനി എന്ന് പറയും, വയനാട്. ഇപ്പോ ആ കോളനിയില് ഈ മഴ പെയ്തതോടുകൂടിയുള്ള അവസ്ഥ, ആ കോളനിക്ക് നമ്മള് ഉന്നതി എന്ന പേര് വെച്ച് കഴിഞ്ഞാൽ, മണങ്ങുവയൽ കോളനി എന്നാണ് ആ കോളനിയുടെ പേര്. ആ കോളനിക്ക് നമ്മുടെ മിനിസ്റ്റർ പറയുന്നത് പോലെ ഉന്നതി എന്ന പേര് നാമകരണം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ വിരോധാഭാസം? ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഒരു നമ്മുടെ പെൺകുട്ടികൾക്ക് പോലും വെളിക്ക് പോയി പ്രാഥമിക കർമ്മം നിർവഹിക്കേണ്ട ഒരു അവസ്ഥയിലുള്ള ഒരു കോളനിയാണത്. അപ്പൊ അങ്ങനെയുള്ള കോളനികളില് കോളനി എന്ന പദം മാത്രം മാറ്റിയത് കൊണ്ട് അതിലെ ഉന്നതി എന്ന പേര് നെയിം ബോർഡ് വെച്ചാൽ ഉണ്ടാവുന്ന വിരോധാവസ്ഥ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ആളുകളും ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ കോളനി എന്ന് പറയുന്നത് മാറ്റി എന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് കോളനി നിവാസികളിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു അറിവ്. തീർച്ചയായിട്ടും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ അടക്കം മാറ്റം വരേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആ ഒരു കാര്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ തുടങ്ങണം? ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മനുഷ്യർക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഒന്ന് വിശപ്പിനേക്കാൾ വലിയതൊന്നുമില്ല. വിശപ്പടക്കാൻ പോലും ഒരു ഇതില്ലാത്ത, അതായത് വകയില്ലാത്ത ജനതയാണ് നമ്മുടേത്. അപ്പോ ഈ പറയുന്ന ഈ കോളനി നിവാസികൾ എന്ന് പറയുന്ന ആളുകൾ വിശപ്പടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗത്തിലുള്ള കോളനികളിൽ അവിടെയുള്ള പിന്നെ കോളനികളുടെ അവസ്ഥയെ ശരിക്കും ഗവൺമെന്റ് പരിശോധന നടത്തി അവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി, അതിന് എല്ലാ രീതിയിലുള്ള സംവിധാനം, ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ ആവശ്യമുള്ള ഭക്ഷണം, പാർപ്പിടം, അതേപോലെ തന്നെ മറ്റെല്ലാ പ്രാഥമിക ആവശ്യങ്ങളോട് കൂടി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് വേണം ഈ പറയുന്ന പോലെ ഉന്നതിന്നോ പ്രകൃതിന്നോ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് നാമകരണം ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർ പറയുകയുണ്ടായി, ആളുകളുടെ പേര് മാറ്റേണ്ടതില്ല. ആളുകളുടെ പേര് മാറ്റാതെ ഈ പറയുന്ന കോളനി എന്ന പദം ഉപയോഗിക്കരുത് എന്നൊക്കെ. ഇതിനോടൊന്നും ഒരു രീതിയിലും യോജിക്കാൻ ഈ ഒരു സമൂഹത്തിന് ഒരിക്കലും പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വിഭാഗത്തോട് കാണിക്കുന്ന ഒരു വഞ്ചനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് എടുത്തു പറഞ്ഞാല്, ഇപ്പോ കോൺസ്റ്റബിൾ എന്ന ഒരു പദം എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റബിൾ എന്ന പദം എടുത്തു കളഞ്ഞു, സിവിൽ പോലീസ് ഓഫീസർ എന്നാക്കി. അതിനെ കൊണ്ട് എന്താ ഉണ്ടായിട്ടുണ്ടായത്? ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതുപോലെ വെറുതെ ഒരു പദം പിന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെ അത് ഉപേക്ഷിച്ചത് കൊണ്ട് ഒന്നും ഇവിടെ മാറ്റം വരാനില്ല. കൃത്യമായ ഒരു പരിശോധന നടത്തി ഈ പറയുന്ന ഇപ്പൊ കോളനിവൽക്കരിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കോളനിവൽക്കരിക്കുന്നത്, ഫ്ലാറ്റ് വൽക്കരിക്കുന്നതൊക്കെ ഇവിടെ മാറി വന്ന സർക്കാരുകൾ തന്നെയാണ്. അപ്പൊ സർക്കാരുകൾ ഇപ്പൊ ഉള്ള സർക്കാർ ആയാലും ഇനിയൊരു വേറെ സർക്കാർ വന്നാൽ പോലും കോളനികളിലുള്ള നിവാസികൾക്ക് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം.